അത് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് തോന്നാം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് തോന്നാം, അല്ലെങ്കിൽ മീഡിയയ്ക്ക് തോന്നാം. ഇത് അപ്രതീക്ഷിതമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ ഒരു 6 മാസമായിട്ടുള്ള ഞാൻ വളരെ കൂടുതൽ ആലോചിച്ച് ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ വളരെ ആലോചിക്കും. എൻ്റെ സുഹൃത്തുക്കളുമായിട്ടും അഭ്യുതകാക്ഷികളായിട്ടൊക്കെ ആലോചിച്ച് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ തന്നെ ഒരു വിളി എനിക്ക് വരും എല്ലാ കാര്യങ്ങളിലും. അങ്ങനെ ഒരു വിളി വന്നതാണ്. അപ്പോൾ ഞാനിത് ശരി ഇതൊന്ന് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പലപ്പോഴും ഈ കേരളത്തിലെ നേതൃത്വത്തിനോട് ഞാൻ ശ്രമിച്ചു. അപ്പോഴൊന്നും അവർ അവൈലബിൾ അല്ല. ഞാൻ മെസ്സേജ് അയച്ചു, അതിനും റിപ്ലൈ ഇല്ല. അപ്പോൾ അവസാനം ഞാൻ വിചാരിച്ചു ഇങ്ങനെ നമുക്ക് എങ്ങനെ പോകാൻ പറ്റും. ഞാനൊരു നേരെ മറിച്ച് ഇവരുടെ പാർട്ടിയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും സ്ഥാനത്തിന് മോഹിച്ച് നിൽക്കുന്ന ഒരാളാണെങ്കിൽ പിന്നെയും പഠിച്ചു ഇങ്ങനെ നിൽക്കാം, എല്ലാം സഹിച്ചുകൊണ്ട്. എനിക്കങ്ങനെ സഹിക്കാൻ പറ്റില്ല. എൻ്റെ ഏറ്റവും കൂടുതലുള്ള എൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ജനങ്ങളാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചില്ല. അവരുടെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പദ്ധതികൾ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ അന്ന് എൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, അന്നൊന്നും നിങ്ങളില്ല, നിങ്ങൾക്ക് ചെറിയ കുട്ടികളാണ്. 2004 അത് വലിയൊരു മാധ്യമ പടം തന്നെ ഉണ്ടായിരുന്നു എൻ്റെ ആദ്യത്തെ ഇനോഗ്രേഷന്, എൻ്റെ ഫസ്റ്റ് അതിൻ്റെ ലോഞ്ചിങ്ങിന്. 75 പേരാണ് അത് അതർ സ്റ്റേറ്റിൽ നിന്നൊക്കെ വന്നിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, എൻ്റെ അടുത്ത് ഒരു ഭൂരിപക്ഷം മീഡിയക്കാരും നിങ്ങൾ വളരെ മെയിൻ സ്ട്രീമിലുള്ള മീഡിയക്കാർ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, എന്നോട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അല്ല ജയവൻ പറയേണ്ടത് വേഗം പറയൂ, ഞങ്ങൾക്ക് സമയമില്ല, വേഗം പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പത്രപ്രവർത്തകൻ എൻ്റെ ഫ്രണ്ടാണ്, അദ്ദേഹം പറഞ്ഞു, ദേവേട്ടാ വട്ടാണല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, വട്ട് തന്നെയാണ്, ഭ്രാന്ത് തന്നെയാണ്. ഞാൻ പറഞ്ഞു ഈ ലോകത്തിൻ്റെ വലിയ വലിയ മഹാപ്രസ്ഥാനങ്ങളുണ്ടായിട്ട് അവർ വിജയിച്ചതൊക്കെ ഏതെങ്കിലും ഒരു ഭ്രാന്തമായ ചിന്ത കൊണ്ട് തന്നെയല്ലേ. അപ്പോൾ എൻ്റെ ഇതൊരു ഭ്രാന്തമായ ചിന്തയായിരിക്കാം, പക്ഷേ 2004 അവിടെ. കാരണം വളരെ ശക്തമായ UDFും LDFും ശക്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നടുക്ക് വരുന്നൊരു മനുഷ്യനാണ് ഞാൻ. അതിൻ്റെ ഭവിഷ്യത്തുകളെ പറ്റി അറിയാം, അതിൻ്റെ അപകടങ്ങളെ പറ്റി അറിയാം. എൻ്റെ പേരിൽ കേസുകൾ, അറസ്റ്റ് വാറണ്ട്, എൻ്റെ ഓഫീസിൽ തല്ലിപ്പൊളിക്കുക, പോസ്റ്റേഴ്സ് കത്തിക്കുക, ശാരീരികമായി എന്നെ അറ്റാക്ക് ചെയ്യുക, ഇതൊക്കെ ഞാൻ നടന്നിട്ടാണ് വന്നത്. എന്നിട്ടും ഞാൻ നിന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ വന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് ചേരുമ്പോൾ അവരത് മനസ്സിലാക്കണ്ടേ, ഇയാൾ ആരാണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാനമോഹിയായിട്ട് ചാടിക്കയറി BJPയിലോ ഏതെങ്കിലും പാർട്ടിയിൽ വന്നവനല്ല ഞാൻ. ഇതിൽ വന്ന് വളരെ ഏറ്റവും ടോപ്പ് ലീഡേഴ്സിൻ്റെ കൂടെ സംസാരിച്ച് അവരിൽ തന്നെ ഒരുപാട് പ്രോമിസസ് വാങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇതിനകത്ത് വന്നത്. ആ എനിക്ക് പ്രോമിസസൊന്നും പ്രശ്നമല്ല, പക്ഷേ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണ്ടേ. എനിക്കൊരു സ്പേസ് വേണം. ഒരു സ്പേസ് അല്ലെങ്കിൽ ആർക്കും വർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ ഉറപ്പുകളിലൊന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ള സീറ്റുകളിലൊന്നായിരുന്നു. സീറ്റിൽ എനിക്ക് യാതൊരു താല്പര്യമില്ല. അത് ഈ സീറ്റിൽ പിന്നെ വന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞത് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് BJP. അവിടെ നിങ്ങൾ നേരിട്ട് വന്ന് ഇവിടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നിങ്ങൾ കാല് കുത്തിയാൽ നിങ്ങൾക്ക് ഇവിടെ കാല് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം ജനങ്ങളുള്ള ഈവൻ ഹിന്ദുക്കളിൽ വരെ ഒരു ഭയം, ഒരു ഭീതിയുണ്ട്. അത് നിങ്ങൾ മാറ്റിയെടുക്കാതെ ഇവിടെ കേരളത്തിൽ BJPക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അതിന് എന്നെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക്. ഞാൻ ജനങ്ങൾക്ക് വിശ്വാസ്യതയുള്ള ഒരു ലീഡറാണ്. അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാനും ഞാൻ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കാനും പറ്റുന്ന വലിയൊരു സമൂഹം ഇവിടെയുണ്ട്. അത് ജാതി മത ഭേദമന്യേ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ഥാനത്ത് ഞാൻ മാറ്റിയെടുത്തുകൊണ്ട് BJPയെ ജയിപ്പിക്കാനുള്ള ഒരു സംവിധാനം എനിക്കുണ്ടാവും. പക്ഷേ കാലപ്രഭാവത്തിൽ അത് കഴിഞ്ഞതിന് ശേഷം പറ്റുമ്പോൾ എനിക്കതിനുള്ള സ്പേസ് തരണ്ടേ. ഒരു വൈസ് പ്രസിഡൻ്റ് എന്ന സ്ഥാനം കിട്ടിയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് എൻ്റെ ഉത്തരവാദിത്വം? ഇവിടെ 1 4 5 വൈസ് പ്രസിഡന്റുമാരുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചെന്താണെന്ന് വെച്ചാൽ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അതിന് ഉത്തരമില്ല. അപ്പോൾ തന്നെ എനിക്ക് സംശയമായി. കാരണം ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കയ്യിൽ വടി കിട്ടണ്ടേ, ആ വടി കിട്ടുന്നില്ല. അങ്ങനെ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നു. അപ്പോൾ എൻ്റെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. കാരണം ഞാൻ വിചാരിച്ചാൽ ഞാൻ സ്വന്തം പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, ജനങ്ങൾക്ക് എന്നെ വിശ്വാസമാണ്, പക്ഷേ എൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിയിൽ വിശ്വാസമില്ല. ഇതെന്താവെന്ന് അറിയില്ലല്ലോ. അത് വലിയ കാര്യമാണത്.
എന്നിൽ വിശ്വാസമുണ്ട്. പക്ഷേ ഞാൻ പ്രതിനിധീകരിക്കുന്ന എൻ്റെ കേരള പീപ്പിൾസ് പാർട്ടിയിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ല. ഈ 6 മാസം മുമ്പ് ഇങ്ങനൊരു രാജിവെക്കാനുള്ള തീരുമാനം എടുത്തു മാനസികമായി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു കാരണം തന്നെ പറയുന്നത് ഈ നേതൃത്വത്തോടുള്ള വിയോജിപ്പ്, ഈ സ്പേസ് കിട്ടാത്തതൊക്കെയാണോ? സ്പേസ് കിട്ടാത്ത തന്നെ വേറെ അല്ലാണ്ട് സ്പേസ് കിട്ടാത്തതുകൊണ്ട്, അല്ലാണ്ട് സീറ്റ് കിട്ടാത്തതുകൊണ്ടല്ല. ആൾക്കാരുടെ സാധാരണ കോമൺ ഓർഡിനറി ആൾക്കാരും ഓർഡിനറി പ്രവർത്തകരൊക്കെ ആഗ്രഹിക്കുന്ന എന്താണ്? ഒരു MLA സീറ്റ്. മനസ്സിലായില്ലേ? ഞാൻ അമിത്ഷായിട്ടുള്ള മീറ്റിംഗ് 2021 അമിത്ഷായിട്ടുള്ള ഒറ്റയ്ക്ക് ഞാനും അമിത്ഷാ മാത്രമുള്ള സീറ്റ് ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു. ആ സമയത്ത് അപ്പോൾ അദ്ദേഹം അതിനോട് ചോദിച്ചു, ഈ മെർജിങ് നമ്മൾ തീരുമാനിച്ചു. മെർജിങ് തീരുമാനിച്ചതിന് ശേഷം അദ്ദേഹം എന്നോട് ചോദിച്ചതെന്ന് വെച്ചാൽ ഏത് സീറ്റ് വേണം കേരളത്തിൽ എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു അദ്ദേഹം എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഒരു സീറ്റിന് വേണ്ടിയായിരിക്കും ഞാൻ എൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി അങ്ങോട്ട് മാറ്റി എന്നുള്ളത് എനിക്ക് വല്ലാണ്ട് ഒരു ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലും ഞാനൊരു ഇപ്പോഴത്തെ സീറ്റിൽ ഞാൻ മത്സരിക്കില്ല. ഇപ്പോൾ എൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ BJP തെറ്റിദ്ധരിക്കപ്പെട്ട BJPയെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ദൗത്യമാണ് എൻ്റേത്. അതിനുവേണ്ടി എനിക്ക് ഒരു സ്ഥാനമാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ PC ജോർജ് അടക്കമുള്ളവർ തുറന്നു പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതായത് ഈ ഫണ്ട് തട്ടിപ്പടക്കം നടന്നു BJP എന്ന് പറഞ്ഞാൽ, അതിലൊക്കെ എന്താണ് അങ്ങനെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? അല്ല, അതിനെപ്പറ്റി ഞാൻ അന്വേഷിക്കാറില്ല. അത് നമ്മളുടെ ഒരു മേഖലയല്ല. ഞാൻ എൻ്റെ ഒറ്റ സാരം എന്ന് വെച്ചാൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഇവിടെ അധികാരത്തിൽ വരണം എന്നുള്ളതാണ്. പക്ഷേ അതിന് എനിക്ക് സ്പേസ് തരണ്ടേ? അഭ്യാസം അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. എന്നെ ഒരു അഭ്യാസിക്കും ഈ ഗ്രൗണ്ടിൽ നിൽക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഇത് രാജിക്കാര്യം സംസ്ഥാന പ്രസിഡന്റിനോട് അടക്കം പറഞ്ഞോ കാര്യങ്ങൾ? പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ അത് നേരത്തെ പറയേണ്ട ഒരു ആവശ്യം എനിക്കില്ല. അതായത് അങ്ങനെയുള്ള ഒരു വിധേയത്വം ഉള്ള ഒരാളല്ല ഞാൻ. ഒരു പൊളിറ്റിക്കൽ ലീഡറിൻ്റെ അടുത്ത് ഒരു പൊളിറ്റിക്കൽ ലീഡറിൻ്റെ അടുത്ത് എനിക്ക് യാതൊരു വിധേയത്വം. ഞാൻ തനിയെ വന്ന അദ്ദേഹം കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള അത് ഒരു കംപ്ലയിൻ്റ് ആണത്. അദ്ദേഹം അത് കേൾക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കാര്യം. കാരണം വെച്ചാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വേണ്ടി ഒരുപാട് നല്ല ക്യാമ്പയിനിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനെന്താ ഉദ്ദേശിക്കുന്നത് അറിയാം. ഞാനിപ്പോൾ ഇങ്ങനെ പറയാം, ഓക്കെ, ഇത് രാജിക്കത്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു വാർത്താ സമ്മേളനം ഉണ്ടാക്കും. ഇപ്പം കൂടുതൽ നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം. താങ്ക് യു.